തിരക്കോടെ പോകുന്ന ഈ വാഹനത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ അല്പം കൗതുകത്തോടെ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരുപാട് കഥകൾ ഈ ഓട്ടോയ്ക്ക് പുറത്ത് ചമ്പക്കരയിലെ മാപ്പൂംചേരി ജോണിച്ചേട്ടൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ അനുഭവകഥ. വഴിതെറ്റി സഞ്ചരിച്ച കാലഘട്ടത്തിൽ നിന്നും അനേകർക്ക് ആശ്രയമാകുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന കാലഘട്ടത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹത്തെക്കുറിച്ചുമുള്ള ഒരു ജീവിതകഥ. മുഴുവൻ സമയം രാഷ്ട്രീയത്തിൻ്റെ ജീവിതവും അതിലുപരി അക്രമവുമായി നടന്ന ഈ വ്യക്തി ഒരു ദൈവിക ഇടപെടൽ വഴി ദൈവിക പദ്ധതിക്കായി വിളിക്കപ്പെട്ടു. ഇന്ന് മുഴുവൻ സമയം ശുശ്രൂഷാ ജീവിതവും അനേകരിലേക്ക് ദൈവസ്നേഹം പകർന്നു നൽകുന്ന ശുശ്രൂഷയുമായി ഇദ്ദേഹം മുന്നോട്ടു പോകുന്നു. എൻ്റെ പേര് ജോണി. ഞാൻ എറണാകുളം ജില്ലയിലെ എരൂരാണ് എൻ്റെ വീട്. എൻ്റെ ഭവനത്തിൽ അമ്മയും ഭാര്യയും 2 മക്കളുമുണ്ട്. എൻ്റെ കഴിഞ്ഞകാല ജീവിതം ശക്തമായ രാഷ്ട്രീയത്തിലായിരുന്നു. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അക്രമവും കൊലപാതകവും നിറഞ്ഞ ജീവിതമായിരുന്നു. ഞാൻ ചെയ്തായുമായ ഒരുപാട് തെറ്റുകളിൽ ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഓർക്കുവാനായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കാരണം എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഈശോയെ അറിയാത്തതായിരുന്നു. ഇപ്പോൾ ഞാൻ ഈശോനെ അറിഞ്ഞപ്പോൾ ആ അറിഞ്ഞ ഈശോയെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ എങ്ങനെയായിരുന്നോ അത്തരത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹത്തിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതം ഈ ലോകത്തുള്ള മറ്റു മക്കളും സ്വീകരിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ രാഷ്ട്രീയത്തിലായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അതുപോലെ മറ്റെൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നെ ചൊല്ലി അനുഭവിച്ച ദുഃഖങ്ങളും വേദനകളും ഈ സമൂഹത്തിലുള്ള മറ്റൊരു കുടുംബത്തിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ധൂർത്തപുത്രനെ സ്നേഹിച്ച ദൈവം തന്നെയും സ്നേഹിക്കുമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ധ്യാനത്തിലൂടെ ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയും പിന്നീട് അവിടുത്തെ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തതായി ജോണിച്ചേട്ടൻ നമ്മോട് പങ്കുവച്ചു. ഒരക്രമക്കേസിൽ ഞാൻ പ്രതിയായി ചേർക്കപ്പെട്ടു. തുടർന്ന് ഞാൻ ഒളിവിൽ പോകേണ്ടി വന്നു. ആ നാളുകളിൽ ഞാൻ ഒത്തിരിയേറെ എൻ്റെ ബന്ധുക്കളിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വളരെ ഒറ്റപ്പെട്ടവനായി ജീവിക്കുവാനായിട്ട് ഇടയായി. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈശോയുടെ സ്നേഹം തിരിച്ചറിയുവാനായി ധ്യാനത്തിനായി കടന്നു ചെല്ലുക. ആ ധ്യാനത്തിൽ വെച്ച് ആദ്യമേ തന്നെ എനിക്കൊരു പാട്ടാണ് എന്നെ സ്പർശിച്ചത്. ആ പാട്ടിലൂടെ ആ നിമിഷം മുതൽ തന്നെ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് മാനസാന്തരം ഉണ്ടാകാൻ തുടങ്ങി. അന്ന് മുതൽ തന്നെ ഞാൻ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ എൻ്റെ അറിവിലും പരിചയത്തിലുള്ള എല്ലാവരോടും മാപ്പ് ചോദിക്കാനും അനുരഞ്ജനപ്പെടുവാനും ദൈവം എനിക്ക് വഴിയൊരുക്കി. അങ്ങനെ 5 ദിവസം ധ്യാനത്തിലൂടെ എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി ഈശോ മാറ്റുകയായിരുന്നു. എന്നെക്കുറിച്ച് ഈശോയ്ക്കൊരു പ്രത്യേക പദ്ധതിയുണ്ട് എന്ന് ഞാൻ ധ്യാനത്തിലൂടെ തിരിച്ചറിഞ്ഞു. ആ ധ്യാനത്തിലൂടെ എന്നെ ഒരു ഗാനം സ്പർശിച്ചു. ആ ഗാനം ഇപ്രകാരമാണ്: ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. ഒരാശ്വാസവുമില്ലാതെ ഈ ഭൂമിയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ ഞാൻ അഭയം തേടി എന്നെ സ്നേഹിക്കുന്ന ദൈവപക്കലേക്ക് കടന്നു ചെന്നപ്പോൾ ധൂർത്തപുത്രൻ്റെ എല്ലാ പാവങ്ങളും അപരാധങ്ങളും ക്ഷമിച്ച് ധൂർത്തപുത്രനോട് കരുണ കാണിച്ച ആ സ്വർഗീയ പിതാവ് എന്നെയും സ്നേഹിക്കുകയായിരുന്നു. വിശുദ്ധ ബൈബിളിൽ ധൂർത്തപുത്രനെ പിതാവ് അവൻ്റെ എല്ലാ അപരാധങ്ങളും കുറവുകളും എല്ലാം ക്ഷമിച്ചു അവനോട് കരുണ കാണിച്ചതുപോലെ പിതാവ് ദൈവം എന്നോടും കരുണ കാണിക്കുകയായിരുന്നു. ആ സ്നേഹം അനുഭവിക്കുവാൻ ഞാൻ ഒത്തിരിയേറെ വൈകിപ്പോയി. ആ പാട്ടിൻ്റെ ഈരടി ഞാനൊന്ന് പാടാം. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ
ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, എന്നെ വിളിച്ചിടുന്നു. വിശ്വസ്തയോടെ ദൈവിക പദ്ധതിയോട് ചേർന്നു നിന്ന ഇദ്ദേഹത്തെ ദൈവം തൻ്റെ സ്നേഹം അനേകർക്ക് പകരാനായി വിളിച്ചു വേർതിരിച്ചു. തൃപ്പൂണിത്തുറ ആശുപത്രിയിലും പരിസരങ്ങളിലും അനേകർക്ക് ആശ്വാസമാകുന്ന ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്ന വലിയ ശുശ്രൂഷ ദൈവം ഇദ്ദേഹത്തിന് നൽകി. ശുശ്രൂഷകൾക്കായി ഒരുക്കുന്ന ഈശോ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഒരു ദിവസത്തെക്കുറിച്ച് ഇദ്ദേഹം നമ്മോട് പങ്കുവച്ചു. കേൾക്കുമ്പോൾ യാദൃശ്ചികത തോന്നുന്ന ഈ സംഭവം ദൈവം തൻ്റെ ജീവിതത്തിൽ അനുവദിച്ച വലിയ ഇടപെടലായി ഇദ്ദേഹം വിലയിരുത്തുന്നു. ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ രാത്രിയിൽ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ആനന്ദാനുഭൂതി ഉണ്ടായി. വിശുദ്ധ വൈദികൻ കാസയും പീലാസയും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിൽക്കുന്നതായി ഞാൻ കാണുകയും മറ്റൊരു രൂപം ഒരു ഭിക്ഷാടകനായ ഒരു അപ്പച്ചൻ അതിൽ നിൽക്കുന്നതായിട്ടും കയ്യിലൊരു പാത്രമേന്തി നിൽക്കുന്ന ഒരു രൂപം ഞാൻ കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യം. അപ്പോൾ എനിക്കൊരു മെസ്സേജ് ഉണ്ടായത് ഇപ്രകാരമാണ്: ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ നിൻ്റെ വീട്ടിൽ അതിഥിയായി വരും. അങ്ങനെ ഞാൻ കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. ഞാൻ വചനമെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചാണ് ഈശോ എന്നോട് പറഞ്ഞത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാനൊരു ഇലയെല്ലാം വെട്ടിയിട്ട് ചെറിയ ഒരുക്കങ്ങളിലൂടെ ഞാൻ ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി. എൻ്റെ വീടൊരു ഗ്രാമപ്രദേശമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു യാചകൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാൻ ചെന്ന് കൈക്ക് പിടിച്ചപ്പോൾ വലിയ ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ, കയ്യിൽ നിറച്ച് മലം പുരണ്ടിരിക്കുന്നു. ഞാൻ കൈക്ക് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യെ പിടിക്കരുത്, കാരണം ഭയങ്കര ദുർഗന്ധമാണ്. എന്നാലും നിർബന്ധപൂർവ്വം ഞാൻ കൈക്ക് പിടിച്ച് കൊണ്ടുവരികയും ആ കൈ കഴുകിക്കുകയും ഈർക്കിൽ കൊണ്ട് നഖത്തിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം മല ഇങ്ങനെ കുത്തിക്കളയുകയും ചെയ്തതിന് ശേഷം ഞാൻ വസ്ത്രം മാറാൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഈ വസ്ത്രമാണ് ഇഷ്ടമെന്ന് എന്നോട് പറയുകയും എൻ്റെ നിർബന്ധപ്രകാരം ഷർട്ട് മാത്രം മാറുകയും ചെയ്തു. ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ എച്ചിൽ മകൻ കഴിക്കരുത്. ഞാൻ പറഞ്ഞു, എനിക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നിന്നു. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു. ശേഷം എൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തീക്കട്ട ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം, ഒരു ഐസ് കട്ട ഇറങ്ങുന്ന അനുഭവം എനിക്കുണ്ടായി. ഞാൻ സ്വർഗീയ അഗ്നിയിട്ട് കത്തിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആ സമയം ആ അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ഈ മകനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചു, ഈ ലോകത്തിലെല്ലാ പൈശാചിക ശക്തിയുടെ മേലും അന്ധകാര അന്തരീക്ഷ ശക്തിയുടെ മേലും ഈ മകനെ നീ അവിടുന്ന് അധികാരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈ മകനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ മകനെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പറഞ്ഞു, ഈ മകൻ്റെ ജീവിതത്തിൽ നീ നൽകാതിരിക്കുന്ന എല്ലാ നന്മകളെയും ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ യാചകൻ വീട്ടിൽ നിന്നിറങ്ങി. ഞങ്ങൾ ഒരുമിച്ച് അല്പദൂരം നടന്നു. അതിനുശേഷം ഈ യാചകൻ നടന്ന് പോയി. ഈ സംഭവത്തിനു ശേഷം തന്നെ ദൈവം പല ശുശ്രൂഷകളിലേക്കും നയിച്ചതായും അനേകർക്ക് ദൈവസ്നേഹം പകർന്നു നൽകാനായി ദൈവം വിളിച്ചതായും ഇദ്ദേഹം ഓർക്കുന്നു. അതിരാവിലെ ഉണർന്ന് വിതരണത്തിനായുള്ള ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ ഒരുക്കി ഇവർ വിശുദ്ധ കുർബാനയ്ക്കായി കുടുംബസമേതം പോകുന്നു. തിരികെ വന്ന് ഭക്ഷണം പാകം ചെയ്ത് പ്രാർത്ഥിച്ച ശേഷം അത് സമീപത്തെ ആശുപത്രികളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ഭക്ഷണപദാർത്ഥത്തെ സമർപ്പിക്കുകയാണ്. പിതാവായ ദൈവമേ, അവിടുന്ന് സ്വർഗം തുറന്ന് അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് ഭക്ഷിക്കുന്ന മക്കൾക്ക് സൗഖ്യവും പ്രത്യാശയും വിശ്വാസവും വിശുദ്ധിയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ യേശുവേ നീ ആശ്രയം, എന്നാളും മന്നിൽ ഈ സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ. എന്നെ കരുതുന്ന കർത്താവ് നീ. ആകുല നേരത്തൻ ചാരത്തണഞ്ഞ് ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകുല നേരത്തൻ ചാരത്തണഞ്ഞ് ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകയാലില്ലാത്തില്ലും ഭയം, പകലും രാവും നീ അഭയം. ആകയാലില്ലാത്തില്ലും ഭയം, പകലും രാവും നീ അഭയം. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിൽ ഈ സാധുവിനെ. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ. എന്നെ കരുതുന്ന കർത്താവ് നീ. ചിന്തി നീ ചെന്നീണം ക്രൂശിലെ ത്യാഗം, ബന്ധനം നീക്കി നീ സ്വന്തമാക്കി. ചിന്തി നീ ചെന്നീണം ക്രൂശിലെ ത്യാഗം, ബന്ധനം നീക്കി നീ സ്വന്തമാക്കി. ആകയാലില്ലാത്തില്ലും ഭയം, പകലും രാവും നീ അഭയം. ആകയാലില്ലാത്തില്ലും ഭയം, പകലും രാവും നീ അഭയം. എന്നേശുവേ നീ ആശ്രയം. കൂട്ടായ്മകളിലൂടെ വളരുന്ന ശുശ്രൂഷ മേഖലകളാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജോണിച്ചേട്ടനോട് ചേർന്ന് ഇന്ന് ഈ പ്രദേശത്തെ അനേകം വ്യക്തികൾ ഇതിനോട് സഹകരിക്കുന്നു. ഇമ്മാനുവേൽ ബ്രദേഴ്സ് എന്ന പേരിൽ രൂപീകരിച്ച ഈ ട്രസ്റ്റും ഇതിന്റെ പ്രവർത്തനങ്ങളും ഇന്ന് ഈ മേഖലയിലെ നിരാലംബരായ ഒട്ടനവധി പേർക്ക് ആശ്വാസവും ആശ്രയവുമായി മാറുന്നു. ഏകദേശം 21 വർഷക്കാലമായ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളുമായിട്ട് തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ച് ഈ ആശുപത്രി കൂട്ടായ്മ ആരംഭിച്ചിട്ട് അതിൽ നമ്മൾ ഈ കൂട്ടായ്മ രൂപീകരിക്കേണ്ടത് വന്ന ഒരു ട്രസ്റ്റായിട്ട് രൂപീകരിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒത്തിരിയേറെ സഹോദരങ്ങളുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ രസീത് കൊടുക്കേണ്ടിരുന്ന ഒരു ആവശ്യകത വന്നപ്പോൾ നമ്മളുടെ ഇത് അംഗീകരിച്ചതാണോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ താൽക്കാലികമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ നമ്മൾ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള പ്രാർത്ഥനാപൂർവ്വമുള്ള ചില കാര്യങ്ങളിലേക്ക് നീങ്ങി. അപ്പോൾ നമ്മളെ അതിന് ഫെറോന വികാരി അച്ഛൻ, അന്നിരുന്ന ജോർജ് പുത്തമ്പർക്കൽ അച്ഛനും പിന്നീടിരുന്ന നെല്ലിശ്ശേരി അച്ഛനും അങ്ങനെയുള്ള ഞങ്ങളുടെ ഇടവുകാരി അച്ഛനും ആയിരുന്ന ജോർജ് മങ്കുഴിക്കൽ അച്ഛനും ഒക്കെ ഞങ്ങളെ വളരെയേറെ മുന്നോട്ട് വരാനുള്ള സഹായങ്ങൾ അവരുടെ രീതിയിലുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം അത് 2004 അത് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെയുള്ള പ്രവർത്തനങ്ങളിൽ മറ്റനവധിയായ ആളുകൾ ഈ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെടുകയും പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയും ഓരോ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുകയും പ്രത്യേകിച്ച് ഈ ട്രസ്റ്റിൻ്റെ കൂട്ടായ്മ മൂന്നാമത്തെ ഞായറാഴ്ച, എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചകളിലും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന ഓരോ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഭവനത്തിൽ നടത്തുവാനും എല്ലാം കർത്താവ് ഞങ്ങളെ ഈ കാലയളവ് വരെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ജോണി ബ്രദറിനെ കുറിച്ച് ഞങ്ങൾ കാണുന്നത്
അദ്ദേഹത്തിൻ്റെ മാനസാന്തര അനുഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ കാരണമായത്. എന്നുവെച്ചാൽ വളരെ ശൈശവം മുതലേ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി തൊഴിൽ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഭൗതികമായിട്ട്. ആ മേഖലകളിലേക്ക് പുള്ളിയെ നമുക്ക് അടുത്തറിയാവുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് പുള്ളിയുടെ മാനസാന്തര അനുഭവ ജീവിതവും പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് വന്ന ഫലങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇന്ന് വരെയും അദ്ദേഹത്തിലൂടെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ദൈവം വളരെയേറെ കൃപ, വളരെയേറെ അത്ഭുതകരമായ സൗഖ്യങ്ങളെല്ലാം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. വചനപ്രഘോഷണ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യങ്ങളും എല്ലാം വഴി അനേകർക്ക് ഒരു പ്രചോദനമാകുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ തിരഞ്ഞെടുപ്പ്, ഈ വിളി വളരെ അനുഗ്രഹമായെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. എൻ്റെ പേര് ജെയ്സൺ. ഞാൻ തൈക്കൂടത്ത് താമസിക്കുന്നു. സെൻറ്റ് റാഫേൽ പള്ളി ഇടവകാംഗമാണ്. ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് 2004 മുതലാണ് ഞാൻ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയത്. കൂട്ടായ്മ ആരംഭിച്ച കാലം മുതൽ ഞാൻ ഈ കൂട്ടായ്മയിലുണ്ട്. കൂട്ടായ്മയുടെ ഖജാൻജി എന്നുള്ള സ്ഥാനത്തേക്ക് ദൈവം എന്നെ നിയോഗിച്ചു. ഇന്നും അത് തുടരുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു. പിന്നെ എന്നെ ആകർഷിച്ച ഒരു വലിയ സംഭവം എന്ന് വെച്ചാൽ ഭക്ഷണം സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അന്വർത്ഥമാക്കുന്ന, യാഥാർത്ഥ്യമാകുന്ന ഒരു കൂട്ടായ്മയായിട്ട് എനിക്കിത് അനുഭവപ്പെട്ടു. കാരണം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിലൊരു സന്തോഷവും ആനന്ദവും നമ്മൾ അനുഭവിച്ചറിയുന്നു. എന്നാൽ അതില്ലാത്ത കുറച്ച് പേരുമായിട്ട്, അതനുഭവിക്കാത്ത, അത് ആസ്വദിക്കാത്ത, അല്ലെങ്കിൽ അതിനെ അനുവദിക്കാത്ത കുറച്ച് പേരുമായിട്ട് ആ ഭക്ഷണം പങ്കുവയ്ക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ പങ്കാളിയാവുമ്പോൾ തീർച്ചയായും അവരുടെ മുഖത്ത് അനുഭവിച്ചറിയുന്ന, അല്ലെങ്കിൽ മുഖത്ത് നിന്ന് കാണുന്ന ആ സന്തോഷം, അതൊരു വലിയ ആനന്ദമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടായ്മയിൽ എന്നെ ആകർഷിച്ച വലിയ ഒരു സംഭവമാണ് ജോണി സഹോദരൻ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ 4 പേരുടെയും കാലുകൾ ചുംബിച്ച് ഞങ്ങളെ കെട്ടിപ്പുണർന്ന് ഞങ്ങളുടെ ഇരു കവിളിലും ചുംബിക്കുന്ന ഒരു അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് ഞാനതിനെ കാണുന്നു. ഏറെ പ്രതികൂല സാഹചര്യങ്ങളിലും തളരാതെ ദൈവമേൽപ്പിച്ച ഈ ശുശ്രൂഷയെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സമൂഹത്തിലെ നന്മയുള്ള അനേകം വ്യക്തികളും മറ്റും ഈ ചെറിയ ശുശ്രൂഷയ്ക്ക് താങ്ങും തണലുമായി ഇവരോടൊപ്പമുണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തെ ധന്യമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭ ബലി അർപ്പിച്ച് ആ ബലിയിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് ഇത് മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. സഭയിലെ വിശുദ്ധാത്മാക്കളുടെയും രക്തസാക്ഷികളുടെയും ധന്യാത്മാക്കളുടെയും ജീവിതം പരിശോധിക്കുമ്പോഴും ബലി അർപ്പണത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച് അവർ കർത്താവിന് സാക്ഷ്യം വഹിച്ചതായി നാം കാണുന്നു. വാഴ്ത്തപ്പെട്ട മദർ തെരേസ ഓരോ ദിവസവും തനിക്ക് വേണ്ട ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്നാണ് സ്വീകരിച്ചത്. ആ ബലി അർപ്പണത്തിൽ നിന്നും ദിവ്യകാരുണ്യ സ്വീകരണ ശക്തി സംഭരിച്ചുകൊണ്ട് ആതുര ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. കർത്താവിന് മുഖം പാവപ്പെട്ടവരിലും അഗതികളിലും രോഗികളിലും കണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട് മദർ തെരേസയ്ക്ക് സാധിച്ചു. ഓരോ ക്രൈസ്തവനും താൻ അർപ്പിക്കുന്ന ആ ബലിയിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ജീവിത വ്യാപാര മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കണം. ബലിയുടെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ജീവിതമാകണം നമ്മുടെ ഓരോരുത്തരുടേതും. വിശുദ്ധ കുർബാന ശക്തിയാണ്, അത് ഉറവിടമാണ്. ആ ഉറവിടത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ച് ജീവിത മേഖലകളിലേക്ക് വ്യാപരിപ്പാൻ നമുക്കിട വരട്ടെ. പ്രത്യേകിച്ച് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളായിത്തീരുവാൻ നമുക്കിടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ സാക്ഷികളായി നമുക്ക് തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
രണ്ടാം ദേവരഹസ്യം. പരിശുദ്ധ മാതാവ് എലിശാമ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ ഭൂമിയിൽ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധമേ മാതാവേ, ഈ ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള എല്ലാ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളെയും അനുദിനം അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. എല്ലാ സുവിശേഷ പ്രഘോഷകരെയും അനുഗ്രഹിക്കണമേ. സുവിശേഷത്തെ പ്രതി സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ അവയിൽ തളർന്നു പോകാതെ ദൈവമഹത്വത്തിനു വേണ്ടി അവ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ഏവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുക്കുമാരന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുടുംബ പ്രാർത്ഥനയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ കുടുംബത്തെ ഈശോ അനുദിനം പരിപാലിക്കുന്നു. നവീകരണ അനുഭവമുള്ള അനേകരാൽ ഒത്തുചേരുന്ന സ്നേഹക്കൂട്ടായ്മ വഴി പ്രാർത്ഥനയും ശുശ്രൂഷകളുമായി ദൈവം അനുദിനം ഇവരെ നയിക്കുന്നു. ഒരു നാൾ ഈശോയ്ക്ക് മുൻപിൽ സമർപ്പിച്ച തൻ്റെ ശുശ്രൂഷാ ജീവിതം ബലിപീഠത്തോട് ചേർന്നു നിന്ന് ഇദ്ദേഹം വിശ്വസ്തമായി ഇന്ന് നിർവഹിക്കുന്നു. യൗവനത്തിലെ തെറ്റായ പാതയിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ ഇദ്ദേഹത്തെ കരുണയുള്ള ദൈവം തൻ്റെ കരങ്ങൾക്ക് കീഴിൽ ഇന്ന് സംരക്ഷിക്കുന്നു. പ്രത്യയശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനുമപ്പുറം നിങ്ങൾ ശിശുക്കളെപ്പോലെയാവൂ, എന്നാൽ ദൈവരാജ്യം ദർശിക്കാമെന്ന് പറഞ്ഞ ഈശോയുടെ സ്നേഹശാസ്ത്രമുണ്ടെന്ന് ഈ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. ഇപ്പോൾ ഞാൻ 20 വർഷമായി നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദവും സമാധാനവും ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഉപദ്രവ നിമിത്തം ഞാൻ ഇല്ലാണ്ടാകുകയോ ചെയ്യേണ്ട ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ കരുതലോടെ കാക്കുന്ന സർവശക്തനായ ദൈവം എന്നെ ഇപ്പോഴും വഴി നടത്തുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞാൻ വളരെ എന്ത് വില കൊടുത്താലും മതിയാകില്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ ദാനമായി കിട്ടിയ ഈ ജീവിതം വഴി അനേകം മക്കൾക്ക് ഈശോനെ പകർന്നു കൊടുക്കാനായിട്ടുള്ള ആ വലിയ തീക്ഷ്ണതയും കരുത്തും എനിക്ക് ഓരോ ദിവസവും നൽകണമെന്ന് നിരന്തരം ഞാൻ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വിദ്യാഭ്യാസമോ വലിയ കഴിവോ ഒന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുവാറുണ്ട്. അതുകൊണ്ട് ആ ദൈവം നൽകുന്ന അറിവ് പ്രകാരം മാത്രം മുന്നോട്ട് പോകാനും ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ തയ്യാറാകുമ്പോൾ ദൈവം എന്നെ വഴി നടത്തുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹവും പരിപാലനയും അനുഭവിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാരണമുണ്ട്. ഈശോനെ അറിയാത്ത മക്കളുടെ ജീവിതങ്ങളിൽ ഈശോനെ അറിയുവാനായിട്ടുള്ള വലിയ അഭിഷേകത്തിൻ്റെ വരം അവർക്ക് നൽകണമെന്ന് ഞാൻ നിരന്തരം കുർബാനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. തെല്ലും മടുക്കാതെ, തെല്ലും വിശ്രമിക്കാതെ ഇന്ന് കാലങ്ങൾ കടന്നുപോയിട്ടും ഇദ്ദേഹം ഈശോയുടെ കുരിശിനോട് ചേർന്നു നിൽക്കുന്നു വിശ്വസ്തതാപൂർവം. തൻ്റെ സ്നേഹസുവിശേഷത്തിൻ്റെ വാഹകരാകാൻ വിളി ലഭിച്ച ശുശ്രൂഷകർക്ക് മുൻപിൽ നവീകരണത്തിൻ്റെ കൊടുങ്കാറ്റിൽ ദൈവമുയർത്തിയ ജീവിതങ്ങൾക്ക് മുൻപിൽ സുവിശേഷത്തിൻ്റെ തീഷ്ണത ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇന്നും നമുക്കിടയിൽ ഇത്തരം വ്യക്തികൾ മാതൃകയാകുന്നു. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നില്ലി സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവ് നീ, എന്നെ കരുതുന്ന